ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വന്നു കേട്ടോ. ഈ ബ്ലൗസിൻ്റെ ബാക്ക് പോർഷനും പിന്നെ ഫ്രണ്ടിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ തന്നെ ചെയ്തു വെച്ചിരുന്നു. അപ്പോൾ ബാക്കിയൊക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു ബ്ലൗസാണ്. ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ബാക്കിൽ സിബൊക്കെ വെച്ചിട്ട് ഫ്രണ്ട് പ്രിൻസസ് കട്ടായിട്ട് തന്നെ ചെയ്യുന്ന ഒരു ബ്ലൗസാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് ലൈനിങ് ഒക്കെ കട്ട് ചെയ്തു, അത് മെയിൻ പീസിലേക്ക് അറ്റാച്ച് ചെയ്തു. അപ്പോൾ ക്ലോത്ത് കുറച്ച് കുറവുണ്ട് മെയിൻ മെറ്റീരിയൽ. അപ്പോൾ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇതൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈമില്ല. കാരണം ഞങ്ങൾക്ക് കണ്ണൻ്റെ സ്കൂൾ വരെ ഒന്ന് പോകണം. ഇന്നിപ്പോൾ ചേട്ടനില്ലാത്തതുകൊണ്ട് ആരെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. കണ്ണാപ്പിക്ക് ഇന്ന് സ്കേറ്റിങ്ങിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. വീക്കിലി 2 ദിവസമാണ് കേട്ടോ അവന് പ്രാക്ടീസ് ഉള്ളത്. അത് ആഫ്റ്റർ സ്കൂളാണ്. അപ്പോൾ ഒരു 3:30 മുതൽ 4:45 വരെ അവന് പ്രാക്ടീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ 2 ദിവസം നമ്മൾ ചെന്നിട്ട് വേണം വിളിച്ചിട്ട് വരാൻ. സ്കൂൾ ബസ് അവൈലബിൾ അല്ല. ഇതിപ്പോൾ കണ്ണനെ വിളിക്കാൻ പോകുന്നത് ഞാനും ആര്യയും പിന്നെ ഇച്ചൂട്ടൻ, ലക്ഷ്മിയും ആമിയും കൂടിയാണ് കേട്ടോ വിളിക്കാൻ പോകുന്നത്. അങ്ങനെ ദേ കണ്ണാപ്പിയുടെ സ്കൂളെത്തി കേട്ടോ. ചേട്ടനില്ലാത്തപ്പോൾ ഞങ്ങളുടെ ഇതേപോലത്തെ ഒരു ആവശ്യത്തിനൊക്കെ ആര്യാണ് കേട്ടോ വരാറ്. കാരണം എനിക്ക് ഈ കാർ ഓടിക്കാൻ അറിയില്ല. ഞാൻ സ്കൂട്ടർ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഈ കാർ എനിക്ക് വേണ്ടിയാണ് മേടിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതിൻ്റെ ABCD അറിയില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് പഠിക്കാനായിട്ട്. വീട്ടിൽ ചേട്ടനും അച്ഛനൊക്കെ എപ്പോഴും പറയും ഇതൊക്കെ ഓടിച്ച് പഠിച്ചിരുന്നെങ്കിൽ സുഖമല്ലേ എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് എന്തോ ഒരു പേടിയാണ് കേട്ടോ. സ്കൂട്ടർ തന്നെ എനിക്ക് ഓടിക്കാൻ ആദ്യം നല്ല പേടിയായിരുന്നു. പിന്നെ അതൊക്കെ പ്രാക്ടീസായി എടുത്തതാണ്. ഇനിയിപ്പോൾ കാറും കൂടി ഒന്ന് പഠിച്ചെടുക്കണം. അങ്ങനെ ഞങ്ങൾ ഇതേ സ്കൂളിലെത്തിയിട്ടോ. അപ്പോൾ മേളിൽ പാർക്ക് ചെയ്തിട്ട് താഴേക്ക് ഇങ്ങനെ നടക്കാറുണ്ട്. അതാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട്. കാരണം ഇത്രയും താഴേക്കാണ് അവൻ്റെ സ്കേറ്റിംഗ് പ്രാക്ടീസ് നടക്കുന്നത്. ഇതിപ്പോൾ ഇറങ്ങാൻ നല്ല സുഖമാണ്, പക്ഷേ കയറാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ചേട്ടനുള്ളപ്പോൾ ആണെങ്കിൽ ചേട്ടനാണ് പോയി അവനെ വിളിച്ചിട്ട് വരുന്നത്. ഞങ്ങൾ ചെന്നപ്പോഴേക്കും കണ്ണൻ്റെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഷൂസ് ഇട്ട് തരാൻ പറഞ്ഞൊക്കെ കൊണ്ടുവന്നു. എനിക്ക് കുനിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ആര്യയെക്കൊണ്ട് ഇടിപ്പിക്കുകയാണ് ഷൂസ്. ഇനി ഇവിടുന്ന് 2 ബാഗും കൊണ്ട് മേളിലേക്ക് ആ കുത്തിനുള്ള കയറ്റം കയറണം കേട്ടോ. അതിനിടയ്ക്ക് ആമിക്ക് ആരോ ഒരു കുട്ടി ഒരു ബിസ്ക്കറ്റ് കൊടുത്തു. ഹെൽമെറ്റ് ആമിയുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു. ഇനിയുള്ളൊരു വലിയ ടാസ്ക്കാണ് ഈ കയറ്റം കയറി മേളിലെത്താന്നുള്ളത്. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി നോർമലി ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ശ്വാസം മുട്ടും. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒട്ടും പറ്റാറില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇറങ്ങി വരാറില്ല. ഇതേപോലെയൊക്കെ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴാണ് ഇറങ്ങി വരുന്നത്. അതിനിടയ്ക്ക് ലക്ഷ്മി കണ്ട അവളുടെ വീഡിയോ എടുത്തുകൊണ്ടാണ് അവൾ ഈ ചമ്മി ഓടി പോകുന്നത്. അങ്ങനെ ഒരു കണക്കിന് ഞങ്ങൾ മേളിലെത്തിട്ടോ. മേളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് നേരത്തേക്ക് ഒന്നും മിണ്ടാൻ പറ്റില്ല, ശ്വാസം മുട്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കണ്ണനെയും വിളിച്ച് തിരിച്ചു പോകാൻ കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.